ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു തത്സമയം ശാലിനി. നമ്മൾ 2 ദിവസമായില്ലേ കണ്ടിട്ട്. ബിഗ് ബോസ് മലയാളത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊണ്ടുവരാമെന്ന് കരുതിയിട്ടാണ് 2 ദിവസം ലേറ്റ് ആയത്. എന്ന് പറഞ്ഞാൽ 2 ദിവസം കൃത്യമായിട്ട് ബിഗ് ബോസിനെ പറ്റി ചെയ്യാൻ ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഷോയിലേക്ക് സെലക്ട് ആയ ആൾക്കാർക്ക് മുന്നേ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ നമ്മുടെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണെങ്കിൽ പറയാനായിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് കണ്ടന്റുകളുണ്ട്. പക്ഷെ എല്ലാവരും കാത്തിരിക്കുന്നത് ബിഗ് ബോസിന്റെ പ്രമോ കാണാൻ വേണ്ടിയിട്ടാണല്ലോ. ഈ ടീസേഴ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു സൂചന മാത്രമാണ്, ഒരു സാധ്യത മാത്രമാണ്. ഇന്ന് ജൂലൈ 14 തിങ്കളാഴ്ച ഏഷ്യാനെറ്റിൽ നമുക്ക് വേണ്ടി ചെറിയൊരു അപ്ഡേറ്റ് വരുമെന്ന് അറിയാൻ കഴിയുന്നു. അതിന് ടീസറാണോ അതോ വലിയ രീതിയിൽ പ്രൊമോ ആണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഇനി ഏകദേശം കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ കൃത്യം 3-ാമത്തെ ഞായറാഴ്ച ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പ്രീമിയർ ലോഞ്ച് നമ്മൾ കാണാൻ പോവാണ്. അതായത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് നടക്കുന്നതെങ്കിൽ ഇന്നേക്ക് 3-ാമത്തെ ഞായറാഴ്ചയായിരിക്കും നമ്മൾ ഷോ കാണാനായിട്ട് പോകുന്നത്, പ്രീമിയർ എപ്പിസോഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ടീസർ ആണോ, കാണാൻ പോകുന്നതെന്ന് പറയുന്നു, ഉറപ്പില്ല, കേട്ടിട്ടുള്ള ഒരു സൂചന മാത്രമേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഏഷ്യാനെറ്റിന്റെ ഒരു പോസ്റ്റർ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ കാണാൻ കഴിയുന്നതായിരിക്കും. കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ദിവസം മുൻപ് തന്നെ നല്ല കിടിലൻ പ്രൊമോസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ബെഡ്റൂമുകളെ കുറിച്ചുള്ള കോൺസെപ്റ്റ് പറയുന്ന പ്രൊമോ, അതിനുശേഷം മാറ്റി പിടിച്ചാലോ എന്നുള്ള നമ്മുടെ തീം കൊണ്ടുവരുന്ന പ്രൊമോ. അപ്പോൾ ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ ഏകദേശം 10-17 ദിവസം കൂടി വളരെ കുറവാണ് ദിവസങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എത്രയും പെട്ടെന്ന് കുറേ ടീസറുകളും ലാലേട്ടന്റെ പ്രൊമോസും അങ്ങനെ നിറയെ അപ്ഡേറ്റ്സ് വരേണ്ട ഒരു സമയമായി. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വരാൻ സൂചനയുണ്ട്, ഒരു സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്കൊന്ന് അറിയിക്കുകയാണ്. കൂടുതലും വരുന്ന നമ്മുടെ കമന്റുകൾ എന്ന് പറയുന്നത് ഈ കോമൺ ഓഡിഷൻ അറ്റൻഡ് ചെയ്തവർക്ക് കോൾസ് വന്നു തുടങ്ങിയെന്നുള്ളതാണ്. ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത്. കാരണം ഇതുവരെ അറിഞ്ഞവരാരും നമ്മളോടൊന്ന് പറഞ്ഞോളണമെന്നില്ല. പക്ഷെ എങ്കിൽ പോലും പൊതുവെ അങ്ങനെ ആർക്കും കോൾസ് പോയിട്ടില്ല എന്നറിയുന്നു. ഇത്രയും പേര് എൻട്രീസ് ഉണ്ടല്ലോ, വ്യക്തമായിട്ട് നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും പറയുക. മാത്രമല്ല കോമൺ എൻട്രി അത് അത്രയും കുറെ മുൻപ് തന്നെ പറഞ്ഞോളണമെന്നില്ല. നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ദിവസത്തിന് മുമ്പ്, ഒരു 1 വീക്ക് മുമ്പോ ഒക്കെ പറഞ്ഞാലും മതിയായിരിക്കും ബാക്കി അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യത്തിനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. അർഹതയുള്ളവർക്ക്, ഭാഗ്യമുള്ളവർക്ക് എന്തായാലും ഇത്തവണ കിട്ടും. മറ്റുള്ളവരെല്ലാവരും അർഹതയില്ലാത്തവരെന്നല്ല പറഞ്ഞത്, ഭാഗ്യം കൂടി വേണമെന്നല്ലോ. ലക്ക് ഫാക്ടർ ഉള്ളവർക്ക്, ഏഷ്യാനെറ്റ് തിരഞ്ഞെടുക്കുന്ന ആ വ്യക്തികൾക്ക് നിങ്ങൾക്ക് എന്തായാലും സെലക്ഷൻ കിട്ടും. കാത്തിരിക്കുക. അതല്ലാത്തവർക്ക് നമ്മളൊരു ശ്രമം നടത്തിക്കഴിഞ്ഞു, വിജയത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചു കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോകാനുള്ള സ്റ്റെപ്സ് നമ്മുടെ മുൻപിലുണ്ട്. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇനി എന്നാ നെക്സ്റ്റ് പ്രൊമോ വരിക? ഓഗസ്റ്റ് 3 സ്റ്റാർട്ടിങ്. ഇനി 3 ആഴ്ചയല്ലേ ഉള്ളൂ. പിന്നെന്താ ഇങ്ങനെ? ന്യൂ സീരിയൽ ഏഷ്യാനെറ്റിൽ തുടങ്ങുന്നതിന് 1 മന്ത് മുന്നേ ചറപറ പ്രൊമോസ് ആയിരുന്നു. ഇത് ഒരെണ്ണം പോലും വന്നിട്ടില്ലാന്ന്. ഏഷ്യാനെറ്റിന്റെ മഴതോരു മുൻപെയാണ് തോന്നുന്നു സീരിയലിന് കുറച്ച് പ്രൊമോസ്, നല്ല രീതിയിൽ പ്രൊമോഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ബിഗ് ബോസിന് പ്രൊമോ വരാത്തതിന്റെ ബിഗ് ബോസ് ഫാന്റെ ഒരു വിഷമമാണത്. കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങിയോ അഗെയിൻ? ഇനി ഇൻഫോർമേഷൻ, ഇനി ആകെ കുറച്ച് ഡേയ്സ് അല്ലേ ഉള്ളൂ എന്ന് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടെന്ന് വീണ്ടും കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങിയോ? ഈ വർഷം ഇനി പ്രതീക്ഷിക്കണ്ട അല്ലേന്ന് ദിവ്യയാണ് അയച്ചിട്ടുള്ളത്. ദിവ്യ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷ കൈവിടരുത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രതീക്ഷ കൈവിടണ്ട, എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നമുക്ക് കോള് വരും തന്നെ പ്രതീക്ഷ. നമുക്ക് പണിയാവുന്ന തോന്നുന്നത്, വലിയ ഗുമ്മില്ല. ഈ സീസൺ സെയിം മോഡ് പ്രൊമോ ഒരു രസമില്ല എന്നാ പറഞ്ഞ കേട്ടോ. ലാലേട്ടൻ കോട്ടിലൊക്കെ വന്ന് സീസൺ സ്യൂട്ടിൽ വരുന്ന കാര്യമാണ്. ലാലേട്ടൻ കോട്ടൊക്കെ ഇട്ട് വന്ന് സീസൺ 4 പോലെ പ്രൊമോ വരണം. ഇത് ചുമ്മാ ലാലേട്ടൻ മൂവി പ്രൊമോഷൻ പോലെ ഉണ്ട്, ബിഗ് ബോസ് പ്രൊമോ പോലെ ഇല്ലാന്ന്. ലാലേട്ടന്റെ ഡബിൾ റോളിലുള്ളതും സ്യൂട്ടിലൊക്കെ ഉള്ള പ്രൊമോസ് കുറെ എടുത്തു വെച്ചിട്ടുണ്ട്, ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണാൻ കഴിയാത്ത ആൾക്കാരുടെ ചെറിയൊരു വിഷമാണ് കേട്ടോ പങ്കുവച്ചേക്കണേ. അങ്ങനെ കുറച്ച് കമന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രൊമോസും ടീസേഴ്സ് ഒക്കെ ഒരുപാട് ചറപറ നിങ്ങൾ പറയുന്ന പോലെ വരേണ്ട സമയമായി കഴിഞ്ഞു. ഇന്ന് വൈകിട്ടെങ്കിലും വരുമോ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതലും കോമണർ ഓഡിഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത മത്സരാർത്ഥികളാണ് അവരെ വിഷമം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ദിവസമുണ്ട്, ഒരു കുറച്ച് ദിവസം മുൻപൊക്കെ തന്നെ അപ്ഡേറ്റ് തരുന്നുണ്ടായിരിക്കുള്ളൂ. പ്രതീക്ഷ കൈവിടേണ്ട. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തത്സമയം ശാലിനി. ഇതുവരെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ടവർക്ക് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തത്സമയം ശാലിനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത്, പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ അത് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാനും വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്ഡേറ്റ്സ് ഒക്കെ തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വന്ന് അവതരിപ്പിക്കാനും എനിക്കും ഒരു എൻകറേജ്മെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ സപ്പോർട്ടിംഗ് പാർട്ട്നേഴ്സിന് കൂടി നന്ദി അറിയിക്കുകയാണ്. പ്രിയ ഫാബ്രിക്സ് പാലാരിവട്ടം, ഓഫർ സ്റ്റോർ മെട്രോ പില്ലർ 525, വോക്കോ മീഡിയ ലിങ്ക് റോഡ് കലൂർ സ്റ്റേഡിയം, സിറ്റി കളക്ഷൻസ് സലൂൺ ആൻഡ് ഫാൻസി എക്യുപ്മെന്റ്സ്, മറൈൻ ഡ്രൈവ്, കൊച്ചി. മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് വിജയ് ശാലിനി സൈനിങ് ഓഫ്. ബൈ.